സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനകർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടത്തെ ജനങ്ങൾക്ക് വെളിച്ചം കിട്ടണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാലിന്യ സംസ്കരണം. നമ്മുടെ കേന്ദ്ര മാനവശേഷി വിഭവ വകുപ്പ് മന്ത്രിയും നമ്മുടെ എംപിയുമായ ഡോക്ടർ ശശി തരൂർ അവരെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മാതൃകാപരമായ ഒരു പദ്ധതി, മാലിന്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ അത് സംസ്കരിക്കുന്നതിൽ ഈ പദ്ധതി നടപ്പാക്കാൻ താല്പര്യം കാണിച്ച അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും വളരെ വേഗം അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്ത പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ബയോടെക്കിനുള്ള സന്തോഷവും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. പക്ഷെ വികസനം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാപനമോ ഒരു കെട്ടിടമോ ഒരു റോഡോ മാത്രമല്ല. വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു വ്യത്യാസം കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ട്രെയിനിലടിച്ച് കുറച്ച് ചെലവിൽ ദൂരം പോകാൻ സാധിച്ചാൽ അതൊരു സൗകര്യമാണല്ലോ. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും വികസനം, ജനങ്ങളുടെ ജീവിതത്തിൽ നന്നാക്കാൻ. അതുപോലെ തന്നെ ഇരുട്ടിൽ കുറച്ചൊരു വെളിച്ചം കൊണ്ടുവരുന്നതും അതാണ് വികസന പ്രവർത്തനം. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സന്തോഷം ഇന്നത്തെ ഈ ഇലക്ട്രിസിറ്റി ഫ്രം വേസ്റ്റ് ഈ ബയോ പ്ലാന്റിനെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത്. ഞാനും A.T. ജോർജും ഞങ്ങൾ ജനപ്രതിനിധികളും കൂടി അകത്ത് കയറിപ്പോയി കണ്ടു. നല്ലൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് 500 കിലോഗ്രാം മാലിന്യം എല്ലാ ദിവസവും ഉപയോഗിച്ച് പ്രോസസ് ചെയ്യുന്നുണ്ട്. 18 ലക്ഷം ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിന് കുറേ ബയോഗ്യാസ് ജനറേറ്റ് ചെയ്ത ശേഷം ആ ബയോഗ്യാസ് എനർജി കൊണ്ടാണ് ആ മാർക്കറ്റിൽ മുഴുവൻ വെളിച്ചം കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്നത് ഈ സ്ട്രീറ്റിൽ കത്തുന്ന വെളിച്ചമില്ലേ, ഈ സ്ട്രീറ്റ് ലൈറ്റ്, ആ ബയോഗ്യാസ്, ആ മാലിന്യത്തിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി വരുന്നത്. നിങ്ങൾ നോക്കിക്കൊള്ളുന്നു, രാത്രി നേരത്തെ ഈ വെളിച്ചം കാണുമ്പോൾ സന്തോഷം തോന്നുമ്പോൾ ഈ ഗ്യാസ് പ്ലാന്റിന്റെ കാരണമാണ് മാലിന്യത്തെ ഉപയോഗിച്ചിട്ട് ആ വിളക്ക് കൊളുത്താൻ സാധിക്കുന്നത്. 5 കിലോവാട്ട് അവര് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കളയുന്ന മത്സ്യവും മാംസത്തുണ്ടെങ്കിലോ വെജിറ്റബിൾസും കൂടി അവർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിൽ ചെയ്യുന്നുണ്ട്. കൂടുതൽ സ്ഥലമൊന്നും എടുത്തിട്ടില്ല, നിങ്ങളകത്ത് പോയി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മാലിന്യത്തെ കളയാനും അതിനെ നന്നായി പ്രോസസ്സ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി തരാനുള്ള എല്ലാ സംവിധാനം അവർ ചെയ്തിട്ടുണ്ട്. ഇത് അവര് സ്വീകാര്യത്തിനും 8 വർഷമായിട്ട് ചെയ്യുന്നു. അവരിതിനെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീ A.T. ജോർജ് പറഞ്ഞ ചോദ്യങ്ങൾ ശരിയാണ്. ചിലപ്പോൾ ചില ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് അതുപോലെയല്ല. ഇത് നേരിട്ട് നമ്മളുടെ ഭൂമിയുടെ അകത്ത് പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ ശരിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാലിന്യം പരിഹരിക്കാൻ അവർക്ക് പല ഐഡിയാസും കൊടുത്തിട്ട് ഒന്നും ചെയ്യുന്നില്ല ഈ നഗരം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, നമുക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ ഒരു വെളിച്ചം കത്തിയാൽ അതൊരു BJP-കാരൻ്റെ തലയിലാണോ ഒരു CPM-കാരുടെ തലയിലാണോ ആ വെളിച്ചം ചോദിക്കുന്നില്ല. വെളിച്ചം എല്ലാവർക്കുമാണ്. അതുപോലെ തന്നെ ഒരു പാലയോ ഒരു പാലമോ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ സ്പിരിറ്റ് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഇതുപോലെ ഈ പദ്ധതി പോലെ നമ്മൾ പല കാര്യങ്ങളും നന്നായി ചെയ്യാൻ സാധിക്കും. ശ്രീ സജിദാസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞ് ചുരുങ്ങിയ വാക്കിൽ അദ്ദേഹം പല അവാർഡ് നൽകിയ ഒരു വ്യക്തിയാണ്. അന്താരാഷ്ട്രീയ അവാർഡ് കൂടി നൽകിയിട്ടുണ്ട് ഈ പ്രവർത്തനത്തിന്. ഇത് നമ്മുടെ പാഠശാലയ്ക്ക് കിട്ടിയത് നമുക്ക് നല്ലൊരു ഭാഗ്യമാണ്. ഇത് മാത്രം പറഞ്ഞിട്ട് ഈ സമയക്കുറവിന്റെ കാര്യം കൂടുതൽ പ്രസംഗിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ നമ്മുടെ അധ്യക്ഷനും നമ്മുടെ സ്വാഗത പ്രസംഗികനും പറഞ്ഞതെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടു എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഈ ചടങ്ങിനെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നന്ദി, നമസ്കാരം, ജയ്.